ആ ഓക്കെ. മേലിൽ നിന്ന് കാണുമ്പോൾ ആ വ്യൂ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇതാണോ മെമ്മറീസ് എന്ന് പറഞ്ഞ സാധനം? ഇതാണോ ഇത്? പക്ഷേ ഇതാണ് ഗൈസ് മിനറൽസ്. എന്ത് മിനറലാണെന്ന് എനിക്കറിയില്ല. ഉണ്ടോ? ഇതെന്തോ ഒരു മനുഷ്യൻ നിൽക്കുന്നില്ല. അവിടേക്ക് അങ്ങോട്ട് പോയി എനിക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല. ഓ പഠിച്ചിരുന്നേ എൻ്റെ മോന് ഇതിൻ്റെ അത്ര കയറി ഭയങ്കര റിസ്ക്കാണ്. ഭയങ്കര റിസ്ക് എൻ്റെ അത്ര പോയി കുനിഞ്ഞ് കാണാൻ പോകാൻ തേണ്ടോ ഉണ്ടോ? പഴയ ലിപികൾ ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ സംഭവം? ഒരു പക്ഷേ ഈ സേഫ്റ്റി ജാക്കറ്റ് ഇടുന്നതല്ല, പുറമെ ഇടിച്ച വേദന എടുക്കില്ലല്ലോ. അപ്പം നമ്മൾ ഏതാ സ്ഥലം? അർവ കേവ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നപ്പോൾ ലേറ്റായി, 3 മണി കഴിഞ്ഞു. കാരണം നമ്മൾ അവിടുത്തെ ട്രക്കിങ് കഴിഞ്ഞപ്പോഴത്തേനും ഒരുവിധം കഥം ഹോകയാണ്. ഇവിടെ എല്ലാം അവിടെയൊക്കെ മലയുണ്ട്, പക്ഷെ ഒന്നും കാണത്തില്ല. കാരണം ഫുള്ള് കോട കയറിയിരിക്കുക. നല്ല തണുപ്പുണ്ട്. സമയം 3:15 ആയുള്ളൂ. ഇവിടെ 4 വരെ ഉള്ളൂ. ഒരു വണ്ടിക്ക് 20 രൂപ നമ്മൾ കൊടുക്കണം, ബൈക്കിന്. കാറിന് എത്രയാണെന്ന് അറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ ഇതായിട്ട് കത്തിയായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ ബ്രിഡ്ജിൻ്റെ അവിടെ പോയപ്പോഴാണ്. റൂട്ട് ബ്രിഡ്ജിൻ്റെ അവിടെ ഒരു ഗോപ്രോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 100 രൂപ കൊടുക്കണം. അത് ഒരു സ്ഥലത്തല്ല, 2 സ്ഥലത്ത്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഞങ്ങൾ റെയിൻബോ ഫോൾസ് ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോയില്ല. ഇപ്പോൾ അവിടെ പോയാലും അവിടെയും കാണും ഗോപ്രോയ്ക്ക് 100 രൂപ, സ്റ്റിൽ ക്യാമറയ്ക്ക് 20 രൂപ, ഒരാൾക്ക് 30 രൂപ. അങ്ങനെയാണ് അവിടുത്തെ ചാർജ്. ഒരു രക്ഷയില്ലായിരുന്നു, കത്തിയായി പോയി. കാരണം ഗോപ്രോയ്ക്കൊക്കെ 100 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പരിപാടിയാണ്. 150 രൂപ അങ്ങനെ തന്നെ പോയി. ഇനിയിപ്പോൾ ഇവിടെ പൈസ ഒന്നും മേടിച്ചിട്ടില്ല. ഇതെല്ലാം അങ്ങോട്ട് പോട്ടെ. ഇവിടുന്ന് കുറച്ച് നടക്കാൻ പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പഴിവായി, കാലൊന്നും അനക്കത്തില്ല. ഭക്ഷണം കഴിച്ചപ്പോൾ ഇപ്പോൾ എനർജി ഉണ്ട്. ഇതാണ് നമ്മൾ പോണ റൂട്ട്. ഇപ്പോൾ ഇത്രയും നല്ലതെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ സ്റ്റെപ്പും കാര്യങ്ങളും ഉണ്ടോയെന്ന് അറിയത്തില്ല. പറ്റുന്നില്ല, നടക്കാൻ പറ്റത്തില്ല. കാല് ഭയങ്കര രക്ഷയില്ല. മസിലിനെ അവിടേക്ക് അങ്ങോട്ട് പോയി എനിക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല. അത് ഒരു അടി വയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ 250 മീറ്റർ ഉണ്ട് ഇനി. കാലെടുത്ത് വയ്ക്കുമ്പോഴത്തേന് ഭയങ്കര മസിൽസിൽ പറ്റുന്നില്ല. 250 മീറ്റർ നടക്കാൻ പറ്റത്തില്ല. സംഭവമൊക്കെ അടിപൊളി തന്നെ. നല്ല ഫോഗൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പടപടയെന്നാ പോയെ. എനിക്ക് ഒട്ടും പറ്റുന്നില്ല നടക്കാൻ. അയ്യോ, ഫുള്ള് കോടയാണ്. ഇതൊന്നും ആസ്വദിക്കാനുള്ള മൂഡ് എനിക്കില്ല സത്യം പറയാലോ. എൻ്റെ കാലോടോ ഓടി വയ്ക്കുന്ന മസിൽസ് ഭയങ്കര വേദനയാണ്. മേഘാലയയിലെ ഗുഹകളിൽ ഏറ്റവും പ്രശസ്തമായ ഒരു ഗുഹയാണ് അർവ കേവ്. നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാൻ വേണ്ടിയുള്ള സ്ഥലം എന്ന് പറയുന്നത് ഷില്ലോങ്ങിൽ നിന്ന് 52 കിലോമീറ്റർ റോഡ് വഴി നമുക്കിവിടെ എത്തിച്ചേരാം. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് സോറ എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ നമുക്ക് ഫ്ലൈറ്റിനാണെങ്കിൽ വരുവാണെങ്കിൽ തന്നെയാണെങ്കിൽ ഗുവാഹട്ടി എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ 166 കിലോമീറ്ററാണ് ഗുവാഹട്ടി എയർപോർട്ടിൽ നിന്ന് നമുക്ക് ഈ സ്ഥലത്തെത്തുള്ളത്. അല്ലെങ്കിൽ ഷില്ലോങ് എയർപോർട്ടിലാണ് ഇറങ്ങുന്നതിന് 28 കിലോമീറ്റർ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൻ മാർഗമാണ് നിങ്ങൾ വേണമെങ്കിൽ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി 143 കിലോമീറ്റർ താണ്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലത്തെത്താം. ഒരു കാലത്ത് ഈ മേഘാലയ കടലിൽ മുങ്ങിപ്പോയതായിരുന്നു എന്നാണ് ഒരു ഐതിഹ്യമുള്ളത്. അതായത് സയന്റിഫിക്കലി ഇത് പറയുന്നത് ഒരു കാലത്ത് മേഘാലയ കടലിനടിയിലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ സ്ഥലങ്ങളെല്ലാം നമ്മൾ കാണുന്നത്. ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള
ആഴത്തിലുള്ളതുമായിട്ടുള്ള ഗുഹകൾ ഉള്ള സ്ഥലമാണ് നമ്മുടെ മേഘാലയ. അപ്പം നമ്മൾ ഈ കാണുന്ന മേഘാലയയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷെല്ലുകൾ കൊണ്ട്, ഫോസിൽ കൊണ്ടും അല്ലെങ്കിൽ ലൈം സ്റ്റോൺ കൊണ്ടും നമ്മളെ വിസ്മയിപ്പിക്കുന്ന, കാഴ്ചകൾ വിസ്മയിപ്പിക്കുന്ന ഒരു ഗുഹയാണ് ഇത്. വളരെ ഇടുങ്ങിയതും ചില സമയത്ത് നമുക്ക് വളരെ വലുതുമായിട്ടുള്ള ഗുഹയാണ്. നമുക്ക് കാഴ്ചയിൽ തന്നെ കാണാൻ പറ്റും. ചില സ്ഥലത്ത് വളരെ ഇടുങ്ങിയ സ്ഥലവും കുനിഞ്ഞു പോകുന്നു, മറ്റു സ്ഥലത്താണെങ്കിൽ നമുക്ക് ഒത്തിരി വിസ്തൃതമായ സ്ഥലവും നമുക്ക് സുഖമായിട്ട് ഒരാൾക്ക് കടന്നു പോകുന്നതും അത്ര വലിയതായിട്ടുള്ള ഗുഹയാണ് നമുക്ക് കാണുന്നത്. ഒത്തിരി മിനറൽസ് ഇതിൻ്റെ അകത്ത് ഫോം ചെയ്തിട്ടുണ്ട്. ആ മിനറൽസ് ആണ് ഈ ഹാങ് ചെയ്ത് കിടക്കുന്നത്, നമുക്ക് ലൈം സ്റ്റോൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഇതിന് കൃത്യമായിട്ട് ഈ മത്സ്യങ്ങളുടെയൊക്കെ ഫോസിൽസ്, ഷെല്ലുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. പക്ഷെ പലരും അത് എന്താ പറയുക, വൃത്തികേടാക്കി കളയുന്നുണ്ട്. ആൾക്കാർ വന്ന് അതിൽ കൂടെ എഴുതിയൊക്കെയാണെങ്കിലും വൃത്തികേടാക്കി കളയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നല്ലതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രകൃതി അല്ലെങ്കിൽ ഇതിനോടായിട്ടുള്ള ഈ മിനറൽസ്, ഇതുപോലെ സയന്റിഫിക്കലി ആയിട്ടുള്ള കാര്യങ്ങളോടൊക്കെ ഒത്തിരി താല്പര്യമുള്ളവർക്ക്, പഠിക്കാനുള്ളവർക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ അർവ കേവ് എന്ന് പറയുന്നത്. സാധാരണമായിട്ടുള്ള സന്ദർശകർക്ക് ഏറ്റവും എളുപ്പത്തിൽ വന്നു ചേരാവും. ഒരാൾക്ക് 50 രൂപയായിരിക്കും ഫീസ് എന്ന് പറയുന്നത്, പെർ പേഴ്സൺ ഒരാൾക്ക് 50 രൂപയാണ്. പിന്നെ പാർക്കിംഗ് ഫീ വേറെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കയറാൻ പറ്റും. ഈ ഗുഹയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചുണ്ണാമ്പ് ചുവരുകളുണ്ടാവും ഒത്തിരി. അതിൽ തന്നെ പോസിബിലിറ്റികൾ നമുക്ക് കാണാൻ പറ്റും. മത്സ്യത്തിൻ്റെ അസ്ഥികൾ, ഷെല്ലുകൾ നമുക്ക് ഒത്തിരി കാണാൻ സാധിക്കും.
വരെ ഉള്ളൂ തോന്നുന്നു. അങ്ങോട്ട് പോകണമെങ്കിൽ റിസ്ക്കാണ്, ലൈറ്റൊന്നുമില്ല. അങ്ങോട്ടൊന്നും പോകണ്ട, ഇവിടെ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ടൊക്കെ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെന്തായാലും പോകണില്ല, എന്തൊരു പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ കേവ്സ് കണ്ടു. നിങ്ങൾക്ക് ആർക്കും തന്നെ കാണാമോ? അപ്പോൾ നമ്മൾ കേവ്സിലെത്തി. കേവ്സ് കഴിഞ്ഞ് പോകും. ഇനി അകത്തോട്ട് റിസ്ക് എടുത്ത് പോകേണ്ട ആവശ്യമില്ല, ലൈറ്റൊന്നുമില്ല. ഇവിടെ വരെയാണ് അവർ ലൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹലോ, അങ്ങനെ ഇത് കഴിഞ്ഞ് തിരിച്ച് നടക്കാൻ പോണ വഴി കണ്ടോ, ഭയങ്കര ഇങ്ങനെ പോവാം. വളരെ റിസ്ക് എടുത്ത് പോകുന്ന വഴിയില്ല. വഴി എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ വഴി. കാണാം നിങ്ങൾക്ക്, ഇങ്ങനെയൊക്കെ പോകണം. ഒരാൾക്ക് പോകാനുള്ള സ്ഥലമുള്ളൂ. എന്നിട്ട് ക്യാമറ പുറകിലുണ്ട്. ഇതിൻ്റെ അത്ര ഇനിയും പോകാൻ കേട്ടോ. അതേ വഴിയുണ്ട്. വഴി മീൻസ് ഒരാൾക്ക് പോകുന്ന വഴിയുണ്ട്. കഷ്ടിച്ച് മലയാളി അവിടെ ഉണ്ടോ? എവിടെ പോയാലും എങ്ക பார்த்தாലും നീ ഒരു 100 മീറ്റർ പോകണം. മറ്റേ വെള്ളച്ചാട്ടം ഇല്ല, അങ്ങനെ ഇതിന്റെ അകത്തും ഞങ്ങൾ വീണ്ടും ആ പട്ടിയിറച്ചി പട്ടിയിറച്ചി വേറെ കാര്യണ്ട്. മലയാളീസ് തമിഴന്മാരെ കയറും. ലൈറ്റ് അടിച്ചിട്ട് അങ്ങേറ്റത്തോടെ ഇതൊക്കെ കൊത്തുപണികളുണ്ട്. ഇതിന്റെ അകത്ത് എന്തൊക്കെയോ എഴുതി വെച്ചാണോ കണ്ടോ? ഇവിടെ എന്തൊക്കെയോ ആർട്ട് വർക്ക് ഉണ്ട്, നമ്മൾ കണ്ടില്ല. വേസ്റ്റ് കൊണ്ടിട്ടുണ്ട്. മുട്ടയൊക്കെ ഇവിടെ തിന്നത്, മുട്ട പുഴുകിയൊക്കെ ഇവിടെ തിന്നത്. ഇവിടെ ആർട്ട് വർക്കുകളൊക്കെ ഉണ്ട്. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാം, കുറച്ചൊക്കെ അത് പഴയ ലിപിയാണ്. ഒത്തിരി കാണത്തില്ല, എങ്കിലും കുറച്ചെങ്കിലും കാണാം. ഇതൊക്കെ ആൾക്കാർ ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. സംഭവം നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. പോട്ടെ, നമുക്ക് എഴുതാനല്ലേ അറിയാവുള്ളൂ, വായിക്കാൻ അറിയില്ല. എന്തായാലും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറാണ്ട് പോകുന്നായിരുന്നെങ്കിൽ നഷ്ടമായിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്നുള്ള അറിയില്ല ഗൈസ്, ഒന്നും അറിയില്ല ഗൈസ്. അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു. ഇതിനകത്തൊക്കെ എന്തൊക്കെയോ ഇതെന്തോ ഉണ്ടോ? പാമ്പോ? തുണികളാണ് മറ്റേ പഴയ ലിപിയും കാര്യങ്ങളൊക്കെ. അതാണോ മിനറൽസ് എന്ന് പറഞ്ഞത്? അയ്യോ, എന്തോ അത് ഇരുമ്പാ. കാണട്ടെ. ഓ, ഇതാണോ മിനറൽസ് എന്ന് പറഞ്ഞ സാധനം? ഇതാണോ ഇത്? പക്ഷേ ഇതാണ് ഗൈസ് മിനറൽസ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഉണ്ടോ? ഇതെന്തോ ഒരു മനുഷ്യൻ നിൽക്കുന്നില്ല. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇവിടെ പോരുന്നില്ലേ? ഇവിടെ വെള്ളമുണ്ട്. വാ 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 വാ.
ഇവിടെ വരുന്നില്ലേ? ഇവിടെ വരുന്നില്ലേ? ആ അതെ, ഇവിടെ എല്ലാം കൊത്തുപൊടികളുണ്ട്. ഇവിടെ എല്ലാം എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചതായിരിക്കും. ഇത് എഴുതി വെച്ചേക്കണല്ല, വേറെ എന്താ സംഭവങ്ങളല്ലേ എഴുതി വെച്ചേക്കണ? എന്തെങ്കിലും കാണണ്ടല്ലേ എഴുതി വെച്ചേക്കണത്? ലൈറ്റ് ഓഫ് ആക്കിയ മിനറൽസ്. ഇതാണ് സാധനം, മിനറൽസ്. അയ്യോ, കണ്ടതിന്റെ പേടിയാണോ? കണ്ടിട്ട് എന്തോ ഇത്. വീണ്ടും മിനറൽസ്. ഹാർഡല്ലേ സംഭവം? എന്തൊക്കെയോ സാധനങ്ങളാട്ടോ, ഒന്നും മനസ്സിലാവുന്നില്ല. ഉണ്ടോ പഴയ ലിപികള് ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെ സംഭവം. പടങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒച്ചോ? ഇതെന്ത്? ഓ, ഇത് ആണി അടിച്ചു വെച്ച മൈക്കില് ഉണ്ടെങ്കിൽ ഇത് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ആ അതെ, മീൻ. ഇതേ മീൻ. എല്ലാം ഉണ്ട്. നല്ല അടിപൊളി പിക്ചറാണ്. ഇങ്ങനെ എന്റെ മോനെ എന്ത് കോടയാ നോക്കിയേ. കോട കൊണ്ട് ആവശ്യമായിട്ടോ നമ്മളിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. കോട ഫുള്ള് കോടയാണ്. ഇത് കൊച്ചിക്കാരൻ പോണോ? കൊച്ചിക്കാരൻ. ഇത് കൊച്ചി ആണോ? എന്താ ടീമേ? ആ ഗടിയേ. പക്ഷെ അത് തൃശ്ശൂരാണല്ലോ അല്ലേ? തൃശ്ശൂര്. ആ എന്ത് തണുപ്പാന്നറിയോ? അപ്പൊ നമ്മള് അടുത്തൊരു ദിവസം അത് എത്തിരിക്കുകയാണ്. എനിക്കറിയില്ല ഇപ്പം ഇത് കുറച്ചുള്ളൂ. നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ട് ആട്ടോ. മറ്റേ വെച്ചാൽ നമുക്ക് കൂളായിട്ട് പോകാമായിരുന്നു. ഇച്ചിരി ഡിഫിക്കൽട്ട് ഇല്ലാത്തവരൊക്കെ പോവാൻ. അയ്യോ, നമ്മൾ വെള്ളച്ചാട്ടത്തിലോട്ടല്ലേ പോയി. ഞാൻ അവിടുത്തെ വെള്ളച്ചാട്ടത്തിലോട്ടാണ് വരുന്നത്. നോക്കട്ടെ, ഇതൊരു കേറാണ്. എൻ്റെ അമ്മോ, ഇപ്പം കയറാൻ ഇറങ്ങുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇവിടെ പോകാൻ ഭയങ്കര ടോർച്ച് വേണം. ബ്രോ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഇപ്പം. എന്നെക്കൊണ്ട് കയറി പോകാൻ പറ്റുന്നില്ല. ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഒരു മിനിറ്റ് അതെല്ലാം ഓഫ് ചെയ്യട്ടെ. എൻ്റെ മോന് ഇന്നത്തെ കയറി ഭയങ്കര റിസ്ക്കാണ്. ഭയങ്കര റിസ്ക് ഉണ്ട്. കുനിഞ്ഞ് കുനിഞ്ഞ് കാണാൻ പോകുന്നതുകൊണ്ടോ പുള്ളി പോകുന്ന നോക്കി. അയ്യോ, ഒരാൾക്ക് കഷ്ടിച്ചത് കിടന്നോ? ആ അതിൻ്റെ അതേ കൂടെയാണോ നമ്മൾ വന്ന്? രക്ഷയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഷ്ടപ്പെട്ടാണ് വന്നത്. എല്ലാം മിനറൽസ്.
ഔറ കേവിനേക്കാളും കുറച്ചുകൂടെ ബുദ്ധിമുട്ടേറിയ ടാസ്കും കാര്യങ്ങളാണ് ഇതിൽ കൂടെ കയറിപ്പോണേ. നമ്മൾ സ്വന്തമായിട്ട് കയറണം. അതെ, നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ഔറ കേവ് സഞ്ചരിച്ച്. നമുക്ക് സ്വന്തമായിട്ട് ഇത് ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് നമ്മുടെ സ്വന്തം അൻസാറിക്കാണ് ഫ്രണ്ടിൽ പോകുന്ന ഫുൾ എക്സ്പ്ലെയിൻ. എൻ്റെ മോനെ വിളിച്ചിട്ടോ, ഇതൊന്ന് കാണിച്ചിട്ടെ. എൻ്റെ മോനെ ഇത് നമ്മുടെ സുജിൻ, ഇത് നമ്മുടെ എക്സ്പ്ലനേഷൻ ബ്രദർ, അവർ ടീം ക്യാപ്റ്റൻ അൻസാറിക്ക. ഇത് നമ്മുടെ ഏറ്റവും ഈ ടീമിലെ പ്രായം കൂടിയതും ചുറുചുറുക്കമുള്ളതുമായ നമ്മുടെ രാമേട്ടൻ. ഇത് നമ്മുടെ വിഷ്ണു ബ്രോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ചിറാപ്പുഞ്ചിന്ന് വിടുവാണ്. നമ്മളിങ്ങനെ സ്റ്റേ ചെയ്ത റിസോർട്ടാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പേരെന്ന് പറയുമ്പോൾ എഴുതിയിട്ടുണ്ടോ? പേര് എന്തായാലും നമുക്ക് 500 രൂപയ്ക്ക് ഒരാൾക്ക് ഇത് കിട്ടും, ഡോർമെട്രി കിട്ടും. നല്ല സ്ഥലമാണ്, നല്ല ഫെസിലിറ്റിയൊക്കെ ഉണ്ട്, നല്ല ടോയ്ലറ്റൊക്കെയാണ്. സംഭവം കുറച്ച് ഉള്ളിലാണെങ്കിലും നിങ്ങൾക്ക് വരാം ഈ റിസോർട്ടിൽ. 500 രൂപ ഉള്ള ഒരാൾക്ക്. ഓക്കെ, നമ്മൾ രാവിലെ ഇനി വേറൊരു ട്രക്കിംഗ് കൂടെ ഉണ്ട്, അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ്. അതായത് നമ്മുടെ ഹോട്ടലിലെ ആൾക്കാരാണ്. ഇതാണ് പുള്ളിക്കാരി റിസപ്ഷനിസ്റ്റാണ്, പുള്ളിക്കാരി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. ഇവിടെ ഒരു വേഷമൊക്കെ ഉണ്ടോ, പ്രത്യേക സ്റ്റൈലാണ്. മനസ്സിലായി ഇവർ രണ്ടുപേരും ഇവിടുത്തെ ഹോട്ടലിലെ ആൾക്കാർ. അപ്പോൾ എന്തായാലും ഇവിടെ വരിക, നല്ല സ്റ്റേ ആണ്. വെരി നൈസ്. ഓക്കെ, ഗുഡ് ഹോസ്പിറ്റാലിറ്റി ഓൾസോ നൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുവാണെങ്കിൽ ദിസ് നെയിം ലേക്ക് വ്യൂ റിസോർട്ട്. ഓക്കെ, ആ റിസോർട്ടാണ്. 500 രൂപ ഉള്ള ഒരാൾക്ക്. ഡോർമെട്രി ഉണ്ട്, പിന്നെ റൂമുണ്ട്, റൂം ഫെസിലിറ്റീസ് ഉണ്ട്. എന്തായാലും വരിക, എൻജോയ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇവിടെ നമ്മളൊരു വെള്ളച്ചാട്ടത്തിന് അടുത്ത് വന്നേക്കാണ്. ഇവിടെയാണ് പാർക്കിംഗ് ഫീ ഒന്നും ഇല്ല, എനിക്കറിയത്തില്ല. വിയോ സ്വാങ് ഡോങ്. വാട്ട് ഈസ് ദ വാട്ടർഫോൾസ് നെയിം? ആ സംഭവമാണ്, വാട്ടർഫോൾസ് ആണ്. വാട്ട്സ് യുവർ നെയിം? My name is Nafi Bandrai Karshandi. What? Nafi Bandrai Karshandi. Kartavi, small name, very small name. Come. Your name? Name. My name is Phibarihun Karshandi. Oh. Kashandi. Okay. Yeah, same. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ നിൽക്കുന്നതാണ്. ഇപ്പോൾ എന്തായാലും താഴോട്ട് പോകണം. ഇവിടെയൊക്കെ പേര് കണ്ടോ, എന്നെ ലോങ് അല്ലേ. എന്തായാലും നമ്മൾ താഴോട്ട് പോകാം. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ വാട്ടർഫോൾസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ, താഴോട്ട് എൻ്റെ പൊന്നി പണി പാളിയെന്ന് തോന്നുന്നു. വണ്ടി അങ്ങോട്ട് പോവായിരുന്നു, എനിക്ക് തോന്നണേ വണ്ടി അലോടല്ല അങ്ങോട്ട് പറ്റും. അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ ഇനി തിരിച്ച് ദിസ് വേ. ഓക്കെ, പണി അടുത്ത സ്റ്റെപ്പ് കർത്താവേ. എന്ത് ചെയ്യാൻ, എനിക്ക് സ്റ്റെപ്പ് കയറുന്നതിനോട് വലിയ താല്പര്യമില്ല, ഇറങ്ങുന്നതിനോട്. പക്ഷേ ഇതിൽ കൂടെ വഴിയുണ്ട്, എന്താണ് വഴി വിടാത്തത്. ഓക്കെ, എന്തായാലും കാണാം ഗൈസ്. സ്റ്റെപ്പ് കയറി ഇറങ്ങുമോ? ഇന്നലത്തെ സ്റ്റെപ്പ് കയറി ഇറങ്ങിയ ക്ഷീണം മാറിയിട്ടില്ല, കാലിന് നല്ല വേദനയാണ്, മസിൽസിനൊക്കെ. എന്തായാലും താഴോട്ട് പോട്ടെ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നത് ഇതുപോലത്തെ സ്റ്റെപ്പ് കണ്ടോ, അതുപോലെ തന്നെ ഈ സ്റ്റെപ്പ് ദൈവമേ തടി കൊണ്ട് ഉണ്ടാക്കി വെക്കുന്ന സ്റ്റെപ്പാണ്. മറിഞ്ഞ് വീഴോ ഇല്ലയോ, ഒരാൾക്ക് കഷ്ടം ഇറങ്ങി പോകുന്ന സ്റ്റെപ്പാണ് ഉണ്ടാക്കി വെച്ചേക്കണം. ഇതെന്താണ് ഇങ്ങനെ? നമ്മൾ റോട്ടിൽ കൂടെ താഴോട്ട് ഇറങ്ങിയാൽ മതി. കിടന്നോ,
കാണിച്ചു തരാം കേട്ടോ. ഏ നോക്കുമ്പോൾ തന്നെ പേടിയാണ്. അങ്ങനെ സ്റ്റെപ്പ് കയറിയാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത്. അപ്പോൾ പിന്നെ വണ്ടി അവിടെ കുറച്ചുകൂടെ താഴ്ത്തു കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ഉപകാരമാണ്. ഫുട്ബോൾ കളി പിള്ളേരുടെ ഒത്തിരി നടക്കാണെന്ന് തോന്നുന്നു. സോഫാങ് ഫാൾസ് 1 കിലോമീറ്ററോ? ദൈവമേ. സ്കൂൾ പിള്ളേർ വരുന്നുണ്ട് കുറേ പേര്. ഇവിടുത്തെ സ്കൂൾ പിള്ളേർ ഡിസ്കഷൻ നടക്കണം തോന്നുന്നു. എല്ലാവരും മടുത്താണ് കയറുന്നത്. തിരിച്ചെൻ്റെ എന്താ അവസ്ഥ എന്നുള്ളൊരു കാര്യം അറിയില്ല. ഈ സ്റ്റെപ്പെല്ലാം കൂടി എങ്ങനെ കയറും ഞാൻ തിരിച്ച്? എന്തായാലും നല്ല പണിയായിട്ടുണ്ട്. അയ്യോ ഗൈസ്, വളരെ അപകടം പിടിച്ച ദുർഘടമായ പാതയിലൂടെയാണ് ഇനിയുള്ള നമ്മുടെ യാത്ര. നമ്മളവിടെ കുഴപ്പമില്ലാണ്ട് പോകുന്നത്. ഈ സ്റ്റെപ്പ് കണ്ടോ? ദൈവമേ, ഇതെല്ലാം ഞാൻ തിരിച്ച് എങ്ങനെ കയറും? ഒന്നാമത് ഈ ജാക്കറ്റും റൈഡിങ് ജാക്കറ്റും എല്ലാം അങ്ങോട്ട് ഇട്ടേക്കണ കാരണം അതൊന്ന്. അങ്ങോട്ടുള്ള പാതയൊക്കെ നോക്കിയേ, ദൈവത്തിനറിയാം. അയ്യോ ഗായ്സ്, പെട്ടു ഗായ്സ്. ഒരു കുഴപ്പമില്ല, അവിടെ വീണ് കിടന്നാലും മറ്റവന്മാർ തിരിച്ച് കയറി വരുമ്പോൾ അവർ കണ്ട് എടുത്തോണ്ട് പോക്കോളൂ. എങ്ങനെ എടുത്തോണ്ട് പോകാൻ ഇവിടുന്നൊക്കെ? എൻ്റെ മോനെ, വളരെ റിസ്ക്കിയാണ്. ഇതിൽ നമ്മൾ ഇറങ്ങി വന്നേ. ഇനി എന്തേ അതിനേക്കാളും കഷ്ടം അത് താഴെ. എൻ്റെ മോനെ താഴോട്ട് നോക്കിയിട്ട് കാലാണ് ഒടുക്കത്തെ വേദന. എന്തായാലും നമുക്ക് താഴോട്ട് പോവാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? വന്നല്ലേ, വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പം അടുത്ത് തന്നെ എന്തായാലും ഇനി അധികം പോകണ്ടെന്ന് തോന്നുന്നു. കാലാണി മുട്ടിനാണി ഭയങ്കര വേദന. എൻ്റെ വലത്തേക്കാലിൻ്റെ മുട്ടേ രക്ഷയില്ല, ഭയങ്കര വേദന എടുക്കുന്നുണ്ട്. മസിൽസ് പിന്നെയും കുഴപ്പമില്ല, ആ മുട്ടിന് എന്താ വേദന എന്ന് എനിക്കറിയില്ല. പണ്ട് ഫുട്ബോൾ കളിക്കാൻ പോയതിൻ്റെ വീണതിൻ്റെ ആവാൻ നടത്തില്ല. മുട്ടേ ഓരോ പ്രാവശ്യം കാലനക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഭയങ്കര വേദന എടുക്കുന്നു. ഇനി വല്ലോ എല്ലിന് തേയ്മാനാണോ മുട്ടിന് തേയ്മാനാണോ എന്ന് മറ്റൊന്നും അറിയത്തില്ല ഗൈസ്. ഒരു കൈൻ്റെ ക്യാമറ പിടിച്ചത് എനിക്ക് എന്നെ നോക്കി അറിയാം ഇത്ര റിസ്ക്കിയാന്ന്. ഒന്നും ആയില്ലാന്ന് തോന്നുന്നു. ഇത് ചെറിയ വെള്ളച്ചാട്ടം തോന്നുന്നു. ഒരു മനുഷ്യനെ കാണുന്നില്ല വഴിയിൽ. എന്തായാലും ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോകുന്ന വഴി ഇത് തന്നെ. കൈ കയറി കിടന്നുണ്ടല്ലേ. ആണിയടിച്ച് ഇവിടെയൊക്കെ റെഡിയാക്കി വെച്ചേക്കുക. തിരിച്ച് ഞാൻ എങ്ങനെ കയറും? രക്ഷയില്ല. ഞാൻ മിക്കവാറും എന്തായാലും ഇനി ഇവിടെ പോലെ ഇറങ്ങി തിരിച്ച് കയറിപ്പോല്ല കണ്ടിട്ട് പോ. ആരൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് താഴേന്ന്. മോനെ, ഇതെന്താ ഇതൊക്കെ എങ്ങനെ ഇറങ്ങും? എല്ലാത്തിലും കൈ പിടിക്കാനെങ്കിലും അറ്റ്ലീസ്റ്റ് കൊടുത്തിട്ടുണ്ടോ? പോയി ഇപ്പോൾ പൊക്കോണ്ടേ. കൈ മുട്ട് വേദനെടുക്കുന്നതാണ് ഏറ്റവും വലിയ എനിക്ക് അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. പറ്റുന്നില്ല, മുട്ട് ഭയങ്കരമായിട്ട് വേദന. ആൾക്കാർ വരുന്നുണ്ട് താഴേന്ന്. ഒരു ചേട്ടൻ കൊച്ചിനൊക്കെ ആയിട്ടാണ് വരുന്നത്. ഗായ്സ്, എൻ്റെ മുട്ട് പൊളിഞ്ഞ് ഗൈസ്. ഇത് ഇറങ്ങിയതാണോ അതോ പോകുന്നതാണോ? ഇതൊന്ന് കയറി വരുന്നതാണോ തോന്നുന്നു. ഇരുന്ന് ഊർന്നങ്ങ് പോയല്ലോ. ഓരോ സ്റ്റെപ്പ് വയ്ക്കുന്നതും അതുകൊണ്ടൊക്കെ ഇറങ്ങി വരുന്നുണ്ട് താഴെന്ന്. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചതാ ഇത്? ആൾക്കാർ ഇത്ര സ്ഥലത്തൊക്കെ, ഇവിടെ ഒരു മനുഷ്യനില്ലാത്ത സ്ഥലം. കാലിൻ്റെ പരിപ്പളകി എൻ്റെ അമ്മേ. അപ്പോൾ അതെ, ഒരു ചേട്ടൻ കുഞ്ഞിനെ കൊണ്ട് വരുന്നുണ്ട്.
ഞാനിവിടെ അങ്ങ് മാറി നിൽക്കാം. ഇത് കുട്ടീനെയും കൊണ്ട് വരുന്നുണ്ട്. ഹായ് ഹായ്. Oh, say hi to Bia. Yeah, I will do that. Tell my baby. It will be difficult for you, no? It is far? It is difficult, but it is. Bro, is it far? Is it for? No, it is right behind this rock. Okay. It Is there? Yes. How many minutes do you have to Next walk? stop is you can see from there. Okay. You are from? I'm from Himachal. Himachal. Okay, I am from Kerala. Kerala. Hi, nice meeting you. Yeah. How are you? Fine. So you're Hi, first time Mami. in North? Yeah. First time in East. Sorry, north. I'm saying north. Northeast. You are from Himachal. Hi, madam. What about you, my brother? Ah? Where you from? Kerala. Kerala, Yeah. Okay. Okay, brother, enjoy. Okay, thank you. Really breathtaking, amazing. ഒപ്പാ Okay. Thank you. ദൈവമേ, അടുത്ത സ്റ്റെപ്പ് വളരെ So, but we പ്രശ്നമാണ്. have to be very careful now. Yeah. ദൈവമേ, can you do one thing? Can you just hold this? Going, I I'm will going focus na? you. Okay. Yeah. You come with your bike. Yeah. In which bike? Royal Enfield. Oh. എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. എൻ്റെ മുട്ടും വേദനിച്ചിട്ടും. मुश्किल है क्या? Because yesterday I went there, that double bridge, na? Yeah. 3,500 steps. He is my brother to visit Wesongdong waterfall. Thank you bro, thank you so much. Okay. ഈ സ്റ്റെപ്പ് ആണത്, ഇത് കുത്തനെയുള്ള കയറ്റാണ്. വേണ്ടേ അടുത്ത സ്റ്റെപ്പ്. പുള്ളി കൂളായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. പുള്ളിയുടെ കാലിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, എൻ്റെ കാലിലല്ലേ കുഴപ്പം. ഇതേ പോകണം പുള്ളി നൈസായിട്ട്. പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പുള്ളി ഓടി പോകണം അങ്ങോട്ട്. നമുക്കങ്ങനെ പോകാൻ പറ്റുമോ? വെള്ളച്ചാട്ടം അടിപൊളി. എനിക്കതിൽ ഇവിടെ കുളിക്കുന്നതിനൊക്കെ ഇവന്മാർ ഈ ലൈഫ് ജാക്കറ്റ് ഇടുന്നതിനെ പൈസ കാണിക്കുന്നത്. കഴിഞ്ഞ വർഷം 100 രൂപ മറ്റേടത്ത് നമുക്ക് മേടിച്ചായിരുന്നു. എൻ്റെ മോനെൻ്റെ മുട്ടനക്കത്തില്ല. പയ്യ ഗൈസ്, ഇതെല്ലാം ഞാൻ തിരിച്ചെങ്ങനെ കയറുമെന്ന് എനിക്കറിയത്തില്ലാത്ത ഗൈസ്. സംഭവം അടിപൊളിയാണ് വാട്ടർഫോൾസ്. അയ്യോ, ഞാൻ പോയി. എൻ്റെ മുട്ടനക്കത്തില്ല ഗൈസ്. എൻ്റെ ഈ കാലിൻ്റെ മുട്ടിന് ഭയങ്കര വേദനയാണ്. സോറി, ഞാൻ ഇതെല്ലാം നിങ്ങളോട് എന്തിനാ പറഞ്ഞേ, നിങ്ങളെന്തിനാ വിഷമിക്കുന്നത്? അവിടെ എല്ലാവരും ഇരിപ്പുണ്ട് നമ്മുടെ അവന്മാർ. ഓക്കെ, വെള്ളച്ചാട്ടം ഇപ്പോൾ മഴ കുറവായതുകൊണ്ട് സീസൺ അല്ലാത്തതുകൊണ്ട് നമ്മുടെ ആൾക്കാർ തിരിച്ചറിയാൻ ആകെ ഒരു വഴി ഇതാണ് ഉള്ളത്. ആകെയുള്ളൊരു വഴി ഇതാണ്. വരുമോ എൻ്റെ മുട്ട് വേദന എടുക്കണോ? നമ്മൾ സിഗ്നൽ ഇട്ടപ്പോൾ അവിടെ നിന്ന് സിഗ്നൽ കിട്ടി. അവരവിടെ ഉണ്ട്. എൻ്റെ പോനെ രക്ഷപ്പെട്ടോ, അവസാനം എത്തി. ഇത് 7 വാട്ടർഫോൾസ് എന്നെങ്ങാണ്ടാണ് ഇതിനെ അറിയണമെന്ന് തോന്നുന്നു കേട്ടോ. 7 വാട്ടർഫോൾസ്, അതായത് 7 തട്ടുകളായിട്ട് ചാടുന്നു. 1, 2, 3, 4 ഉണ്ടല്ലോ. ബാക്കിയുടെ പോയി നല്ലൊരു കുളമുണ്ട് നടുക്ക്. ഇത് മറ്റേ ഇങ്ങനെ വിട്ടാൽ സെറ്റായിരിക്കും, പൊളിക്കുമായിരിക്കും. ഏതാ ഡ്രോണൊക്കെ ഉണ്ടായിരുന്നു, പൊളിച്ചോട്ടെ. എൻ്റെ ഡ്രോണില്ല, കാലിൽ പോയി.
ഇപ്പൊ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ ഓക്കെ, മേലിൽ നിന്ന് കാണുള്ള ആ വ്യൂ അടിപൊളിയായിട്ട് വരുന്നത്. എൻ്റെ മോനെ, എന്നാ ക്ലാരിറ്റി നോക്കിയാൽ വെള്ളത്തിന്. അങ്ങോട്ട് മേളിലോട്ട് പോകാൻ പറ്റിയല്ല, ഇവിടെ പോലെ നിൽക്കാം. ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവരും പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് നാശാക്കണം ഓരോ സ്ഥലങ്ങളെ. എൻ്റെ മുട്ട നിൽക്കത്തില്ല. മീനൊന്നും കാണുന്നില്ല. എനിക്കങ്ങനെ ഇവിടെ ആയോണ്ടാന്ന് തോന്നുന്നു. എന്താ സെൽഫി എടുക്കുന്നതാണോ കണ്ടേ? അവിടെ ഫോട്ടോ വെച്ചിട്ട് സെൽഫി എടുക്കുന്നുണ്ടോ? ടൈമറൊക്കെ വെച്ചിട്ട്. എന്തായാലും കൊള്ളാം, അടിപൊളി, നൈസ്. ഇറങ്ങി വന്നതിന് ഗിയറൊക്കെ അടിച്ച് കുട്ടികളൊക്കെ ഇട്ട് നാശാക്കിയിട്ട് ഇറങ്ങി കുളിക്കാൻ പറ്റത്തില്ല. ഇത് കുളിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. സെറ്റല്ലേ? ഈ തണുപ്പത്തിരുന്നിട്ട് വേർത്തടിക്കാൻ നോക്കി. എൻ്റെ മോനെ മടുത്ത് ഞാൻ വേർത്ത് കുളിച്ച് നാശമായി. ഉണ്ടോ വേർത്തൊലിക്കണം, തണുപ്പാണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ്സും സ്കൂൾ ബസ്സൊക്കെയാണിത് കേട്ടോ. നമ്മുടെ നാട്ടിലെ സ്കൂൾ ബസ്സും ടൂറിസ്റ്റ് ബസ്സൊക്കെ നോക്കി. ഇതിനകത്ത് ഭയങ്കര പാട്ടും ഡാൻസും പിള്ളേരൊക്കെ അടിച്ചു പൊളിച്ച് ടൂർ നോക്കുവാണ്. നമ്മൾ വീഡിയോ എടുക്കാൻ നിർത്തി പാട്ട് അവിടെ നിർത്തി. ഇത് സൗണ്ടെന്നറിയോ? നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല. നാട്ടിലെ ടൂറിസ്റ്റ് ബസ്സിനേക്കാളും സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടാവും. ബസ്സുണ്ടോ, കുഞ്ഞ് ബസ്. ഇതാണ് ഇവിടുത്തെ ബസ്. ഇതാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ്. ഇതിൻ്റെ മേളിൽ കയറിയ വലിയ പാടാണല്ലോ. കോടയെല്ലാം കൂടെ കയറി മുമ്പ് കോട പറഞ്ഞ നോക്കിയാൽ നിൽക്കട്ടെ. കോട വന്നിട്ടുണ്ട്. കോട 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 അപ്പോൾ ഇതേ നമ്മൾ ചിറാപുഞ്ചിയിൽ നിന്ന് ഇറങ്ങി നേരെ ഗുവാഹട്ടിക്കുള്ള വഴിയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുക്കുന്നത് ചൂട് ചിക്കൻ നൂഡിൽസ് അല്ലേ? അല്ല, ചിക്കൻ ഫ്രൈഡ് റൈസ്. നല്ല വിശപ്പല്ലേ? ആ ഇതാണ്ട് ആസാനം ഭയങ്കര. ആശാനെ